എല്ലാവർക്കും വരാഹിയമ്മൻ പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വരാഹി ദേവിയുടെ അതീവ ശക്തിയാർന്ന വളരെ പവർഫുള്ളായ ഒരു നാമം എഴുതി നമ്മുടെ ഏത് ആഗ്രഹവും വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നേടിയെടുക്കുന്നതിനെ പറ്റിയാണ്. വരാഹി ദേവി അതീവ ശക്തി ആർജിക്കുന്ന ബ്രഹ്മമുഹൂർത്തത്തിലോ സന്ധ്യ കഴിഞ്ഞോ വേണം വരാഹി ദേവിയെയും ശ്രീചക്രത്തെയും പ്രാർത്ഥിച്ച് ഈ ഒരു നാമപരിഹാരം ദേവിക്ക് മുൻപിൽ നമ്മൾ സമർപ്പിക്കേണ്ടത്. ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഒരേപോലെ ഉള്ളപ്പോഴാണ് ഈ ഒരു പരിഹാരം ചെയ്യേണ്ടത്. കടബാധ്യത, സാമ്പത്തികമായ ബുദ്ധിമുട്ട്, തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ, ശത്രുദോഷം, കുടുംബകലഹം, കുടുംബ അനൈക്യം, സ്ഥലം വിൽപ്പന, സ്ഥലം വാങ്ങൽ, തുടർച്ചയായ അസുഖങ്ങൾ തുടങ്ങിയ മിക്ക കാരണങ്ങൾക്കും ഹേതു സംബന്ധമായ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ആവാം. ഈ പ്രപഞ്ചത്തിൻ്റെ ഉടയവളായ ഭൂമിയുടെ നാഥയായ വരാഹി ദേവിയെ പ്രാർത്ഥിച്ച് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുവാൻ ദേവിയാൽ സാധ്യമാവും എന്ന പരിപൂർണ വിശ്വാസത്തിലും ഭക്തിയിലും വേണം ഈ ഒരു നാമപരിഹാരം ചെയ്യേണ്ടത്. ഈ പ്രശ്നത്തിനൊക്കെയും ദേവി ഉടൻ തന്നെ നമുക്ക് പരിഹാരം കാട്ടിത്തരും. ഈ ഒരു വഴിപാട് എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം. പൂജാമുറിയോ ബെഡ്റൂമോ ക്ഷേത്രമോ ഓഫീസോ എവിടെയായിരുന്നാലും പൂർണ്ണ ഭക്തിയും വിശ്വാസവും ദേവിയിൽ അർപ്പിച്ച് വേണം ചെയ്യേണ്ടത്. ഈ ഒരു വഴിപാട് ചെയ്യുന്നതിലൂടെ വരാഹി ദേവിയുടെ പവർഫുള്ളായ പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടായി നമ്മുടെ ആഗ്രഹം ഉടൻ തന്നെ സാധ്യമാവുന്നതുമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ ഒരു നാമ വഴിപാട് ചെയ്യുന്നതിന് മുൻപായി വരാഹി ദേവിയെയും ശ്രീചക്രത്തെയും നല്ല പോലെ മനസ്സുരുകി പ്രാർത്ഥിക്കുക. ശേഷം നമ്മുടെ ആഗ്രഹം എന്താണോ അത് ദേവിയുടെ പാദപത്മത്തിൽ നമ്മൾ സമർപ്പിക്കുക. ശ്രീചക്രം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. മിക്ക വീടുകളിലും ഓഫീസുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമൊക്കെ ശ്രീചക്രം വെച്ച് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാറും പൂജ ചെയ്യാറുമൊക്കെയുണ്ട്. സാമ്പത്തികമായ ഉന്നമനത്തിനും എല്ലാ നെഗറ്റീവ് ശക്തികളിൽ നിന്നുള്ള മോചനവും രക്ഷയുമാണ് ശ്രീചക്രം. ശ്രീയന്ത്രം, നവചക്രം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ശ്രീ ലളിതാ ത്രിപുര സുന്ദരിയുടെ പ്രത്യക്ഷ രൂപമാണ് ശ്രീചക്രം. അതിനാൽ തന്നെ ശ്രീചക്രം സകല യന്ത്രങ്ങളുടെയും രാജാവുമാണ്. 100 യാഗം ചെയ്യുന്നതിൻ്റെയും 11 വിധമുള്ള മഹാദാനം ചെയ്യുന്നതിൻ്റെയും 3.5 കോടി തീർത്ഥങ്ങളിൽ കുളിക്കുന്നതിൻ്റെയും ഫലമാണ് ഒരു നോക്കുള്ള ശ്രീചക്ര ദർശനത്തോടെയുള്ള പ്രാർത്ഥനയെന്ന് തന്ത്രസാരത്തിൽ പറയുന്നത്. ശ്രീവിദ്യാ ഉപാസനയുമായി ശ്രീചക്രം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആദിപരാശക്തിയായ ജഗത് ജനനിയായ ശ്രീ ലളിതാംബികയാണ് ശ്രീചക്രത്തിൽ വസിക്കുന്നത്. ശ്രീ ലളിതാ ത്രിപുര സുന്ദരിയുടെ സർവസൈന്യാധിപയാണ് വരാഹി ദേവി. പഞ്ചഭൂതേശ ശ്രീചക്രത്തിൽ മഹാപത്മാടവിയുടെ ഈശാനതെക്ക്, അതായത് വടക്ക് ഭൂപുരത്ത് വസിക്കുന്നു. 5 കോണുള്ള ശ്രീചക്രത്തിലിരുന്ന് സേനയെ നയിക്കുന്ന വരാഹി ദേവി അജ്ഞതയെ നശിപ്പിച്ച് തൻ്റെ ഭക്തർക്ക് അറിവ് നൽകുകയും ചെയ്യുന്നു. ദേവിക്ക് മുൻപിൽ ഹൃദയശുദ്ധിയോടെയുള്ള പ്രാർത്ഥന നമ്മൾ മുന്നോട്ട് വെച്ചാൽ തൽക്ഷണം തന്നെ ദേവി നമുക്ക് അനുഗ്രഹം നൽകുന്നു. ശ്രീചക്രം കയ്യിലില്ലാത്തവർ ശ്രീചക്രത്തിൻ്റെ ഒരു ഫോട്ടോ ഫോണിലെടുത്ത് അത് നോക്കി പ്രാർത്ഥിച്ചിട്ട് ഈ നാമ വഴിപാട് ചെയ്യാവുന്നതാണ്. സമ്പത്തും ഐശ്വര്യവും ഒക്കെ പ്രദാനം ചെയ്യുവാനുള്ള ശക്തി ശ്രീചക്രത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക തടസ്സങ്ങളൊക്കെ മാറി സമ്പൽ സമൃദ്ധിയും നമ്മുടെ ആഗ്രഹ സാക്ഷാത്കാരവും ഉണ്ടാവാൻ വരാഹി ദേവിയുടെ അതിശക്തിയായ നാമവും ശ്രീചക്ര പ്രാർത്ഥനയാലും സാധ്യമാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും നമ്മുടെ അഭയസ്ഥാനം വരാഹി ദേവിയുടെ പാതാരവിന്ദത്തിൽ മാത്രമാണെന്ന് ഉറച്ച മനസ്സോടും വിശ്വാസത്തോടും കൂടി പ്രാർത്ഥിക്കുക. നമ്മൾ എത്ര തകർന്ന അവസ്ഥയിലും നമ്മളെ പിടിച്ചുയർത്താൻ ഭഗവതി ഏതെങ്കിലും വഴിയിലൂടെ
ആരെയെങ്കിലും നിയോഗിച്ചിട്ടുണ്ടാവും. ഭഗവതിയിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിക്കുക. അചഞ്ചലമായ ഭക്തിയും വിശ്വാസവും നമ്മളിലുണ്ടെങ്കിൽ എത്ര വലിയ ദുരിതത്തിൽ നിന്നും കരകയറ്റുവാൻ വരാഹിദേവി വന്നെത്തുക തന്നെ ചെയ്യും. വരാഹിയമ്മയുടെ പാതാരവിന്ദത്തിൽ നമ്മൾ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ എല്ലാ തീക്ഷ്ണതകളിലും പോരാടുവാനും വിജയിക്കുവാനുമുള്ള ഊർജം ദേവി നമുക്ക് അനുഗ്രഹമായി നൽകും. എല്ലാ ദുഃഖത്തിനും ഒരു പര്യവസാനവും ദേവി നമുക്ക് കാണിച്ചു തരും. ആഴത്തിലുള്ള വിശ്വാസവും സ്നേഹത്തോടെയുള്ള പ്രാർത്ഥനയുമാണ് മുന്നോട്ട് വയ്ക്കേണ്ടത്. വരാഹി ദേവിക്ക് മുൻപിൽ നാമവഴിപാട് ചെയ്യുന്നതിന് മുൻപായി ഏകാഗ്രമായി ദേവിയുടെ നാമങ്ങൾ കേട്ടതിന് ശേഷം വരാഹി ദേവിയുടെ മന്ത്രം ഒരു വെള്ള പേപ്പറിൽ പച്ച മഷിയോ നീല മഷിപ്പേനയോ കൊണ്ട് എഴുതുക. ഇതാണ് ഈ മന്ത്രം. ദണ്ഡധാരിണി വരരൂപേണ വരാഹിദേവി യമലോകനിവാസിനി വരാഹിദേവി ശത്രുനാശിനി വരാഹിദേവി മദനാശിനി വരാഹിദേവി ശക്തിധാരിണി വരാഹിദേവി വരപ്രദായിനി വരാഹിദേവി. ഈ നാമം 12 പ്രാവശ്യം ആവർത്തിച്ച് ഉരുവിട്ടതിന് ശേഷം എഴുതുക. ശേഷം നിങ്ങളുടെ ആവശ്യം, അതായത് എന്ത് തന്നെ ആഗ്രഹമായാലും അതും എഴുതുക. പ്രാർത്ഥിക്കുക വരാഹിദേവിയെയും ശ്രീചക്രത്തെയും. പ്രാർത്ഥനയ്ക്ക് ശേഷം ശുദ്ധമായ ഒരു സ്ഥലത്ത് ഈ പേപ്പർ വയ്ക്കുക. ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപിലോ പൂജാമുറിയിലോ നാമപുസ്തകത്തിലോ ബുക്കോ എവിടെയായിരുന്നാലും ശുദ്ധമായൊരു സ്ഥലത്ത് ഈ പേപ്പർ വയ്ക്കുക. വരാഹിദേവി നമ്മുടെ ആഗ്രഹം സാധ്യമാക്കി തരും. അത്രയ്ക്കും പവർഫുള്ളായ നാമമാണിത്. ഭക്തിയിലും വിശ്വാസത്തിലും ഈ വഴിപാട് ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം വരാഹിദേവി സാധ്യമാക്കി തരുന്നു. ദേവിയുടെ ഓരോ നാമങ്ങളിലും ഒട്ടേറെ അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. വരാഹിദേവിയിൽ വിശ്വസിച്ചാൽ ആ അത്ഭുതവും രഹസ്യാത്മകതയുമൊക്കെ നമ്മളെ വിജയത്തിൻ്റെ അത്യുന്നതിയിൽ എത്തിക്കും. വരാഹിദേവിയുടെ ഭക്തരായ ഓരോരുത്തരും ദേവിയിൽ അടിയുറച്ച് ഏകാഗ്രമായി ദേവിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അകമഴിഞ്ഞ് അമ്മ മഹാമായ ശ്രീ വരാഹിദേവി നമ്മളിലേക്ക് അടുക്കും. വരാഹിദേവിയെക്കുറിച്ചുള്ള ഓരോ മാഹാത്മ്യങ്ങളും നാമങ്ങളുമൊക്കെ ഹൃദയശുദ്ധിയോടെ നമ്മൾ അറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സകലവിധ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും കൈവരും. ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും തളരാതെ ദേവിയിൽ വിശ്വസിക്കുക. ദേവിയുടെ കുണ്ടലിനി ശക്തി നമ്മളെ മുന്നോട്ട് നയിക്കും. പിന്നീട് പരാജയത്തിൻ്റെ പടവുകൾ താണ്ടി വിജയപഥത്തിൽ നമ്മളെ എത്തിക്കുകയും ചെയ്യും. ക്ഷമയോടെ ദേവിയെ നിരന്തരം പ്രാർത്ഥിക്കുക. ദേവി എല്ലാ ദുരിതത്തിൽ നിന്നും നമ്മളെ കരകയറ്റും. നമ്മളുടെ ആഗ്രഹങ്ങൾ അതിവേഗം സാധ്യമാക്കി തരുകയും ചെയ്യും. എല്ലാവർക്കും വരാഹിദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.